അമ്പുസമുദായം കുട്ടിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഫോറോന ചർച്ചിന്റെ ജീവനാടി ദേവസ്യാം പുണ്യാളന്റെ നിലനിൽപ്പ് തന്നെ അമ്പുസമുദായമാണ് എന്ന് പറയാൻ കഴിയും. 1990-കൾക്ക് മുൻപ് തന്നെ അമ്പുസമുദായം നിരോധിച്ചു. അപ്പോൾ പിന്നെ കുട്ടിക്കാട് പള്ളി ഉണ്ടോ? ദേവസ്യാം പുണ്യാളൻ ഉണ്ടോ? കുട്ടിക്കാടിനെ ലോകം തിരിച്ചറിഞ്ഞ അമ്പുതിരുനാൾ ഉണ്ടോ? ഇല്ല എന്നുള്ളതല്ലേ ശരി. നേരിട്ടൊരു നിരോധനമല്ല ഉണ്ടായത്, നേരിട്ടല്ലാതെ ഒരു നിരോധനം. അതായിരുന്നു സത്യം. ആ നിരോധനത്തിലൂടെ നഷ്ടങ്ങൾ മാത്രം. അത് തിരിച്ചറിയാൻ പിന്നെയും എടുത്തു വർഷങ്ങൾ. 1990-കൾക്ക് മുൻപുള്ള നിരോധനത്തിന്റെ പരിണതഫലം ഉണ്ടായത് വർഷങ്ങൾ കഴിഞ്ഞ് 2000-ന് ശേഷമാണ്. അത് വളരെ വേദനാജനകമായിരുന്നു. ഇന്നത്തെ തലമുറ ഇതൊന്നുമറിയാതെയാണ് വളരുന്നത് എന്നത് യാഥാർത്ഥ്യം. അമ്പുസമുദായം എന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്നാണ്. അത് അമ്പുതിരുനാൾ നടത്തുന്നതിനായി മാത്രം രൂപം കൊണ്ട ഒന്നാണ്. അമ്പ് വീടുകളിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് അമ്പുസമുദായത്തിന്റെ പ്രധാന ഉദ്ദേശ്യം. അമ്പുസമുദായം എന്നത് കേരളത്തിൽ മാത്രമുള്ള ഒന്നാണ്. കേരളത്തിൽ എവിടെ രൂപം കൊണ്ടു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? എന്തായാലും അമ്പ് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒരു ഇടവകയ്ക്ക് കീഴിലുള്ള സമൂഹം ചെറു സംഘങ്ങളായി തിരിഞ്ഞ് പള്ളിയിൽ നിന്ന് വീടുകളിലേക്ക് അമ്പ് കൊണ്ടുപോവുകയും ആ അമ്പ് ഓരോ വീടുകളും പ്രാർത്ഥനയോടെ കയറ്റിക്ക് തിരിച്ചു പള്ളികളിലേക്ക് കൊണ്ടുപോയി അമ്പ് പള്ളിയിൽ തിരികെ സമർപ്പിക്കുകയും ചെയ്യും. അമ്പുസമുദായം എന്നത് അമ്പ് തിരുനാളിനോട് അനുബന്ധിച്ച് പള്ളിക്ക് കീഴിലുള്ള പ്രദേശത്തെ ജനസമൂഹം വ്യത്യസ്ത സംഘങ്ങളായി തിരിഞ്ഞ് തങ്ങൾക്ക് ചേർക്കാൻ കഴിയുന്നത്ര വീട്ടുകാരെ സംഘങ്ങളിലേക്ക് ചേർക്കുകയും ചെർലയവും മുത്തുകുടകളും വാദ്യമേളങ്ങളും വാടകയ്ക്ക് എടുത്ത് അമ്പ് പള്ളിയിൽ നിന്നും എടുക്കുന്നു. അമ്പുസമുദായം ജനങ്ങൾ ആഗ്രഹിച്ച് ഒത്തുചേരുന്ന ഒന്നാണ്. പക്ഷേ ഇന്നോ അങ്ങനെയൊന്നില്ല എന്നത് യാഥാർത്ഥ്യം. അമ്പുതിരുനാളിനോടനുബന്ധിച്ചുള്ള സമയങ്ങളിൽ എല്ലാ വീട്ടുകാരും ഒന്നിച്ചു കൂടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓരോ വീട്ടുകാരും നിശ്ചിത പണം നൽകി സമുദായത്തിന്റെ ചെലവിലേക്ക് വേണ്ടത് സമാഹരിക്കുന്നു. ഈ അമ്പുസമുദായത്തിൽ പള്ളിയിൽ നിന്നോ രൂപതയിൽ നിന്നോ ആരും വൈദികരോ മറ്റു പ്രതിനിധികളോ പങ്കെടുക്കുന്നില്ല. എല്ലാ തീരുമാനങ്ങളും സമുദായത്തിൽപ്പെട്ട വീട്ടുകാരാണ് എടുക്കുന്നത്. ബാഹ്യ ഇടപെടൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൂർണ്ണമായും അമ്പുസമുദായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വീട്ടുകാരാണ് അമ്പുതിരുനാൾ പ്രദക്ഷിണം, ആഘോഷം തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുക. പള്ളിയിൽ നിന്ന് രാവിലെ അമ്പ് എടുത്ത് വീട്ടുകളിലെല്ലാം അമ്പ് കയറ്റി അമ്പ് പള്ളിയിൽ തിരികെ ഏൽപ്പിക്കുന്നു. ഒരു പള്ളിക്ക് കീഴിൽ എത്ര സമുദായം ഉണ്ടാകും? അതും തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ഇടവകയിലെ ജനങ്ങൾ എല്ലാം തീരുമാനിക്കുന്നു. എല്ലാ സമുദായക്കാരും ഒത്തൊരുമിച്ച് പള്ളിയിൽ നിന്നും വീടുകളിലേക്ക് തിരിച്ചു പള്ളിയിലേക്ക്. അമ്പുസമുദായം പോലെ ഒന്ന് നിങ്ങൾ മറ്റേതെങ്കിലും വിശുദ്ധന്മാർക്ക്, സെന്റ് ആന്റണീസ്, സെന്റ് ജോർജ്, സെന്റ് മേരീസ് തുടങ്ങി എന്തിനേറെ യേശുക്രിസ്തുവിന് പോലും ഇത്തരം സമുദായം എന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമ്പുസമുദായം കേരളത്തിൽ ഭൂരിപക്ഷം പ്രദേശത്തും എല്ലാ പള്ളികളിലും ഉണ്ട്. അപൂർവമായി ഒറ്റപ്പെട്ട പള്ളികളായ ഒല്ലൂർ റപ്പായെ, മാലാഖ പോലുള്ള പള്ളികളിൽ നിങ്ങൾക്ക് സമുദായം എന്നത് കേൾക്കാൻ കഴിയും. അത് ആ പള്ളിയിൽ മാത്രമല്ലേ ഉള്ളൂ. ഒല്ലൂർ റപ്പായെ, മാലാഖയുടെ തിരുനാളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആ സമുദായം. അത് അമ്പു സമുദായത്തെയും അമ്പിന്റെ ചടങ്ങുകളെയും അനുകരിച്ചത് അല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? മറ്റെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാ പള്ളികളിലും വ്യാപകമായി ഉള്ളത് അമ്പുസമുദായം ആണ് എന്നുള്ളതല്ലേ ശരി. ക്രൈസ്തവ വിശ്വാസപ്രകാരം എല്ലാ ചടങ്ങുകളും മതപരമായിട്ടുള്ളത് നടക്കുന്നത് പള്ളിയിൽ വെച്ചാണ്. വീടുകളിലേക്ക് ചടങ്ങുകൾ ഇല്ല എന്നുള്ളതല്ലേ ശരി. എടുത്തു പറയാൻ തന്നെ ഒന്നും ഇല്ല. ഇത്തരം വിശ്വാസം വീടുകൾ കേന്ദ്രീകരിച്ചുള്ളത് ക്രൈസ്തവർക്കല്ല. അത്തരം വിശ്വാസം ഉള്ളത് ഹൈന്ദവ മതവിശ്വാസ സമൂഹത്തിനാണ്. വീടുകളിൽ കുടുംബക്ഷേത്രം, മൃതദേഹ സംസ്കാരം, വീട്ടിൽ പറയെടുക്കൽ പോലെയുള്ളത് നമുക്ക് കാണാൻ കഴിയുക ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. കേരളത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള ഭക്തി ഹൈന്ദവരുടെ ഇടയിൽ ഇത്രയും തീവ്രമായി വരാൻ കാരണം ഒന്ന് കാഞ്ഞൂർ പുണ്യാളനാണ് എന്നുള്ളതാണ് സത്യം. ശക്തൻ തമ്പുരാന്റെയും ടിപ്പുവിന്റെയും കാലഘട്ടം അതിന് കാരണമായി പറയുന്നു. മൈസൂർ സുൽത്താനായ ടിപ്പുവിന്റെ പടയോട്ട കാലത്താണ് മധ്യകേരളത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള ഭക്തി തീവ്രമായി വന്നത്. കൊച്ചി രാജ്യത്തെ ടിപ്പുവിന്റെ പടയോട്ടത്തിൽ നിന്നും സംരക്ഷിച്ചത് കാഞ്ഞൂർ സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് ആണെന്ന് വിശ്വാസം. നെടുങ്കോട്ട പോലെയുള്ള കേരളത്തെ നടുക്കെ പിളർത്തിക്കൊണ്ടുള്ള ഒരു മതിൽ ഉണ്ടായിട്ടും പോലും അത് സംരക്ഷിക്കാൻ കഴിയാതെ ആലുവയിൽ തിരുവാങ്കൂർ സേന യുദ്ധം ചെയ്തു വിജയിച്ചു എന്ന് പറയുന്നവർ ഉണ്ടാകാം.
പക്ഷേ ഇന്നും കാഞ്ഞൂർ സെന്റ് മേരീസ് പള്ളിയിൽ നൂറ്റാണ്ടുകളായി പുതിയേടം ഭഗവതിയുടെ സഹോദരൻ എന്നുള്ള വിശ്വാസവും തിരുനാളിന് പ്രധാന പ്രദക്ഷിണ സമയത്ത് ക്ഷേത്രവാതിൽ തുറന്നിടുകയും കാഞ്ഞൂർ പുണ്യാളന്റെ രൂപത്തിന് മുന്നിൽ പ്രദക്ഷിണ സമയത്ത് കോൽ വിളക്ക് പിടിച്ച് നടക്കുകയും ചെയ്യുന്നത് ഹൈന്ദവ വിശ്വാസികളാണ്. നൂറ്റാണ്ടുകളായി ഈ ആചാരങ്ങൾ തുടർന്നു പോകുകയും ചെയ്യുന്നു. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് പുണ്യാളൻ സംരക്ഷിച്ചു എന്നുള്ളതിന്റെ ചിത്രങ്ങളും പള്ളിയുടെ ചുവച്ചിത്രങ്ങളായുണ്ട്. അതുകൊണ്ട് കൂടിയായിരിക്കാം ശക്തൻ തമ്പുരാന്റെ കാലത്ത് ഇത്രയും വിശ്വാസം വിശുദ്ധ സെബാസ്റ്റ്യാനോസിനോട് ഉണ്ടാകുവാൻ കാരണമായത്. ചിലപ്പോൾ അതും കൂടി ചേർന്നാകാം വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ വിശ്വാസരൂപമായ അമ്പിന് ഇത്രയും പ്രാധാന്യം വന്നതും അത് വീടുകളിലേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങിയതും. ഈ ചരിത്രസംഭവങ്ങളാകാം അമ്പു സമുദായം തന്നെ ഉണ്ടാകാൻ കാരണമായി മാറിയത്. പക്ഷേ അമ്പ് പ്രധാനമായി കണ്ട് അമ്പു സമുദായം രൂപീകരിച്ചത് എവിടെയായിരിക്കാം? കാഞ്ഞൂർ, അർത്തുങ്കൽ പോലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളിൽ അമ്പ് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എങ്കിലും ഈ പള്ളികളിൽ ഏറ്റവും പ്രാധാന്യം പുണ്യാളന്റെ രൂപം എഴുന്നള്ളിച്ചുള്ള പ്രദക്ഷിണമാണ് ഏറ്റവും പ്രധാനം. ചിലപ്പോൾ കുട്ടിക്കാട് സെന്റ് സെബസ്റ്റ്യൻ പള്ളിയാണോ അമ്പു സമുദായത്തിന് തുടക്കം കുറിച്ചത്? എന്തായിരിക്കും സത്യം?